ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഞാനീ പറയുന്ന ഒരു വഴിപാട് ചെയ്താൽ സ്ഥലവും വീടും വിറ്റുപോകാൻ അത് നടത്തി തരുക ദേവി, അവിടുത്തെ ഭദ്രകാളിയമ്മ അച്ചട്ടാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. എത്രയോ വീഡിയോയിലായിട്ട് ഞാൻ പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. സ്ഥലവും വീടും വിറ്റുപോകാൻ ഈ പറയുന്ന ക്ഷേത്രത്തിൽ ഭദ്രകാളിയമ്മയ്ക്ക് ഞാനൊരു വഴിപാട് പറഞ്ഞു തരുന്നുണ്ട്. പറഞ്ഞു തരുന്ന രീതിയിൽ നേർന്നവർക്കൊക്കെ, ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അവരുടെ അനുഭവങ്ങളുണ്ട്. സ്ഥലവും വീടും വിറ്റുപോയിട്ടുണ്ട്. ഇനി സ്ഥലവും വീടും മേടിക്കാനാണേലും ഇത് ചെയ്താൽ നടക്കും. ആ ക്ഷേത്രം എവിടെയാണ്, എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ കടം കയറി മുടിഞ്ഞവർ ഒരു രക്ഷയില്ല. ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാര്യം ചെയ്താൽ ധനവും വർദ്ധിച്ചു വരും ഈ ക്ഷേത്രത്തിൽ തന്നെ. പിന്നെ കേസുകൾ വിജയിക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇതെല്ലാം അനുഭവമാണ് കേട്ടോ. ഒരുപാട് അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ തന്നെ ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് ഇന്ന് വീഡിയോയ്ക്കകത്ത് ഇടാൻ പറയാൻ കാര്യം, ഇന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. തിരുവനന്തപുരത്തുള്ള ഞാൻ ഈ ക്ഷേത്രത്തിലെ വഴിപാട് ഞാൻ തന്നെ പറഞ്ഞ് അവരത് നേർന്നു, സ്ഥലവും വീടും വിൽപ്പനയായി എന്ന് പറഞ്ഞൊരു സന്തോഷ വാർത്ത അവർ വാട്സപ്പിൽ അറിയിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആ ക്ഷേത്രത്തിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ സ്ഥലവും വീടും വിറ്റുപോയിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു. അപ്പം അതുപോലെ സാമ്പത്തികം വർദ്ധിച്ചു വന്നിട്ടുണ്ട്, കേസുകൾ വിജയം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഓരോ പ്രത്യേക കാര്യങ്ങൾ ഈ പ്രത്യേക ക്ഷേത്രത്തിലാണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തന്നേക്കാം എല്ലാവർക്കും കൂടെ എന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ശനീശ്വരൻ്റെ ചില രഹസ്യങ്ങൾ പറഞ്ഞുതരാൻ ഇരുന്നതാണ്. അപ്പോൾ അതെല്ലാവർക്കും പ്രയോജനപ്പെടും. ഇപ്പം വീട് സ്ഥലവും വിറ്റിട്ട് ബാങ്കിലെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ഉള്ളവരുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞവരങ്ങനെ ഉള്ളവരായിരുന്നു. പിന്നെ അല്ല മക്കളെ കെട്ടിക്കാൻ വേണ്ടി, അല്ല മക്കളുടെ പഠിത്തത്തിന് വേണ്ടി, അങ്ങനെ ഒരു വലിയൊരു ആവശ്യത്തിന് വേണ്ടി വീട് സ്ഥലവും വിൽക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇത് ഉപകരിക്കും. ഈ വഴിപാടിന് ഒരു 450 രൂപയായിരുന്നു നേരത്തെ, ഇപ്പോൾ ഒരു 600 രൂപയാണെന്ന് തോന്നുന്നു. അത് നടന്നു കഴിയുമ്പോൾ ചെയ്താൽ മതി, നടന്നു കഴിഞ്ഞ് ചെയ്താൽ മതി. അതാണ്. പിന്നെ ധനവർദ്ധനവിന് വേറെ ഒരു വഴിപാടാണ്, അതിന് വളരെ തുച്ഛമായ ഒരു ദേവത. പിന്നെ കേസൊക്കെ വിജയിക്കാൻ അതിനും ഇതുപോലെയുള്ള ഒരു വഴിപാട് തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ആ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വീഡിയോയുടെ അവസാനം അത് വേറെ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അത് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം വീഡിയോയുടെ അവസാനം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഞാനൊരു വീഡിയോയിൽ ഇതിന് മുമ്പത്തെ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും ഒരു സംഖ്യ എഴുതിയാൽ പേഴ്സി അത് വെച്ചാൽ, ഒരു സംഖ്യ എഴുതി പേഴ്സി വെച്ചാൽ പണം വന്നുകൊണ്ടേയിരിക്കുമെന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അത് 2 വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. അത് പലർക്കും പ്രയോജനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം വെളിയിലോട്ട് ഇറങ്ങുമ്പോഴും പലരുടെ അനുഭവങ്ങൾ അവർ പറയുന്നു, പൈസ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക, ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവൻ കൂട്ടുക, അപ്പോൾ ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യ ഏകസംഖ്യ ആക്കണം. ആ ഏകസംഖ്യ വരുന്നതാണ് നിങ്ങളുടെ വിധിസംഖ്യ. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു 4 അക്കം എഴുതുക. ഈ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ വിധിസംഖ്യ വന്ന അതേ വിധിസംഖ്യ തന്നെ വരണം. പിന്നെ ഈ 4 അക്കത്തിലെ ആദ്യത്തെ 2 അക്കത്തേക്കാൾ ഒരു 20 സംഖ്യയെങ്കിലും കൂടുതലായിരിക്കണം. 20 അതിൽ കൂടുതലോ സംഖ്യയെങ്കിലും കൂടുതലായിരിക്കണം രണ്ടാമത്തെ 2 അക്കം. അങ്ങനെ ഒരു സംഖ്യ നിങ്ങൾ കണ്ടുപിടിച്ച് അതൊരു ചെമ്പോലയിൽ, ഒരു ചെമ്പോല ഞാൻ കാണിച്ചത് ഇതുപോലൊരു ചെമ്പോലയാണ്. ഇത് വെള്ളിക്കടയിലൊക്കെ കിട്ടും. ഇതിന് നേരത്തെ 40-50 രൂപയുള്ളായിരുന്നു, ഇപ്പോൾ 100 രൂപയായിരിക്കും. ഇനി കൂടുതൽ പൈസ പറയുകയാണെങ്കിൽ നിങ്ങൾ വേറെ കടയിൽ അന്വേഷിച്ച് മേടിച്ചോണം കേട്ടോ. അത് നമ്മളെ ചൂഷണം ചെയ്യാൻ ആരും അനുവദിക്കരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ചെമ്പോല. ഇത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഒരെണ്ണം മേടിച്ചാൽ തന്നെ ഒരുപാട് എണ്ണം ഉപയോഗിക്കും. ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത് ചതുരത്തിൽ കട്ട് ചെയ്താൽ മതി. അത് കത്രിക കൊണ്ട് വല്ലതും കട്ട് ചെയ്യാം. പിന്നെ ഇതിൽ ഒരു ചതുരം വരച്ചിട്ട് ചതുരത്തിൻ്റെ 4 മൂലയിലും 0 വരയ്ക്കണം. അത് ഈ പേനയുണ്ടല്ലോ, മഷി തീർന്ന പേന, അതുകൊണ്ട് വരച്ചാൽ മതി. എന്നിട്ട് ആ ചതുരത്തിൻ്റെ നടുക്ക് ഈ സംഖ്യ എഴുതണം. എന്നിട്ട് ആ പേഴ്സിൽ പണം വയ്ക്കുന്ന പണത്തിൻ്റെ കൂടെ വയ്ക്കണം. അങ്ങനെ ചെയ്തവർക്ക് ഒക്കെ സാമ്പത്തികം വരുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടായി, അതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, ഈ സംഖ്യ അവർക്ക് കണ്ടെത്താൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അത്
പറ്റുന്നില്ല, എല്ലാവർക്കും മനസ്സിലാകുന്നില്ല, സംഖ്യ കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർക്കെല്ലാം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടപ്പം ഞാൻ തന്നെ സംഖ്യ കണ്ടെത്തി കൊടുത്തു, സജസ്റ്റ് ചെയ്ത് കൊടുത്തു. വാട്സപ്പിൽ അവർക്ക് ഞാൻ തന്നെ സംഖ്യ ഇട്ട് കൊടുത്തു, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ. അപ്പം ഇനിയിപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴും ഒരുപാട് ആളുകൾ അവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ട്, നമ്മൾ പോകുന്ന വഴിയും ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഞാൻ എല്ലാം കൂട്ടി ഞാൻ തന്നെ സംഖ്യ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കൂടുതലൊന്നും എഴുതരുത്, വോയിസ് വിടരുത്, ഞാൻ നോക്കത്തില്ല. നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച തീയതിയും മാസവും വർഷവും മാത്രം ഇടുക. ഞാൻ നിങ്ങൾക്കൊരു സംഖ്യ കണ്ടെത്തി സജസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് വരുന്ന മെസ്സേജുകൾ എന്തോരം മെസ്സേജ് വരുമെന്നറിയാവും. പക്ഷേ എങ്കിലും എനിക്ക് സന്തോഷമുള്ളത് പറഞ്ഞു കൊടുക്കാൻ. കാര്യം അത് ചെയ്തവർക്കെല്ലാം, പേഴ്സി വെച്ചവർക്കെല്ലാം അതവിടെ ഇരുന്നോട്ടെ, പേഴ്സി ഇരുന്നോട്ടെ. സാമ്പത്തികം ഇഷ്ടം പോലെ ദിവസവും വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു 10 രൂപയ്ക്ക് ബുദ്ധിമുട്ടിയ ഒരു വ്യക്തി തന്നെയാണ്. അപ്പം എനിക്കൊരു സന്തോഷമാണത്. അത് ഏത് തരത്തിൽ, ഇപ്പോൾ ഒരു സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കടയിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം, അല്ലെ ഏത് ജോലിക്കാരും ആയിക്കോട്ടെ, അവർക്കൊക്കെ ഇത് ചെയ്ത്, ഞാൻ എല്ലാ സാധാരണക്കാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ഇനി വലിയ രീതിയിലുള്ളവരും ആയിക്കോട്ടെ, എല്ലാ നല്ല ആളുകൾക്കും അവർക്കൊക്കെ അത് പേഴ്സ് വെച്ചാൽ പണം വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവം, അത് ചെയ്തവർക്കൊക്കെ സാമ്പത്തികം വന്നിട്ടുണ്ട്. അവരൊക്കെ അനുഭവങ്ങൾ പറയുന്നു, അവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു, ഒക്കെ വലിയ സന്തോഷമാണ്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് അത് ഗുണമാകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് എത്ര പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ആളുകളൊക്കെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടാൽ എനിക്കിത് സമയം വേണ്ടി വരും. എങ്കിൽ പോലും അവർക്കൊക്കെ സംഖ്യ പറഞ്ഞു കൊടുക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഉയർച്ച ഉണ്ടാകും. ആ ഒരു സന്തോഷം കൊണ്ടാണ്. പക്ഷേ അത് മാത്രമേ ഇടാവുള്ളൂ. വോയിസോ കാര്യങ്ങളൊക്കെ ഇട്ടാൽ ഞാൻ വാട്സപ്പ് എടുക്കുന്നത്. കാരണം എനിക്ക് സമയമില്ല, ഇത്രയും പേരുടെ ഒരുപാട് മെസ്സേജ് എനിക്ക് വരും. അപ്പം ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം ഇടുക, ഞാനൊരു സംഖ്യ സജക്റ്റ് ചെയ്തിടാം. ആ സംഖ്യ നിങ്ങൾ ഇതുപോലെ ചെമ്പോലയിൽ എഴുതി പേഴ്സിൻ്റെ അകത്ത് പണത്തിൻ്റെ കൂടെ വെച്ചാൽ മതി. അതവിടെ ഇരുന്നോട്ടെ, പണം വർദ്ധിച്ച് വരും. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ആ ഒരു ഐശ്വര്യം ഉണ്ടാകുമ്പോൾ, സാമ്പത്തികം ഉണ്ടാകുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ പറഞ്ഞുതരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഈ ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ അവർക്ക് സാമ്പത്തികം വന്ന കാര്യം സന്തോഷത്തോടെ പറയുമ്പോൾ സത്യത്തിൽ ആ ശിവഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു. കാരണം എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഈ ചെമ്പോലെ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഒരു ചതുരം വരയ്ക്കുക, 4 സൈഡിലും 0 ഇടുക, ഈ ചതുരത്തെ മുട്ടിച്ച്, പിന്നെ ഒരു സംഖ്യ. ഞാൻ വെറുതെ ഉദാഹരണത്തിന് ഒരു സംഖ്യ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഈ സംഖ്യ എഴുതിയപ്പം ഇതിങ്ങനെ ഓവർ റൈറ്റിംഗ് ആയിപ്പോയി. അപ്പം അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്നുകൂടി ഇങ്ങോട്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ടൊന്നും എഴുതണ്ട. നിങ്ങളൊരു ചതുരം വരയ്ക്കുക, ആ ചതുരത്തിൻ്റെ 4 സൈഡിലും ഇതിടുക. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഒരു ചതുരം വരയ്ക്കുക, ചതുരത്തിൻ്റെ 4 സൈഡും 0 ഇടുക. അത് ഒരു മഷി തീർന്ന പേന കൊണ്ട് ചെയ്താൽ മതി. ഇത് നടുക്ക് ഞാൻ പറയുന്ന സംഖ്യ എഴുതുക. നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ഞാൻ അതിനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. സംഖ്യ എഴുതുക. സംഖ്യ എഴുതുമ്പം ഇതിപ്പം ഞാൻ എഴുതിയപ്പം തെറ്റിപ്പോയതാണ്. ഒരു സംഖ്യയ്ക്ക് മേളിൽ കൂടെ ഒരു സംഖ്യ വന്നതാണ്. അത് ഞാൻ വേഗത്തിൽ എഴുതിയപ്പം അത് പടർന്നതാണ്. അത് കുഴപ്പമില്ല. നിങ്ങൾ എഴുതുമ്പം ആ ഒരു 4 അക്ക സംഖ്യ നിങ്ങളിവിടെ എഴുതുക. അത്രയേ ഉള്ളൂ. ഇത് പേഴ്സിനകത്ത് പണത്തിൻ്റെ കൂടെ വയ്ക്കുക. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനിനിയും ഈ പറയുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം ചെയ്താൽ ഒരു 450 രൂപ 600 രൂപയുടെ വഴിപാടാകത്തുള്ളൂ. അത് നടന്നു കഴിഞ്ഞ് ചെയ്താൽ മതി. എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആളുകൾ പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അത് സ്ഥലവും വീടും ഒക്കെ വിൽപ്പന നടന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് വിശ്വാസം വേണം. അമ്മയിൽ വിശ്വാസം കൂടെ ഉണ്ടെങ്കിൽ അത് ഫലിക്കത്തുള്ളൂ. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം. അത് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ സ്ഥലവും വീടും വിറ്റുപോയിട്ടുണ്ട്. ഈ എത്ര വീഡിയോയിൽ തന്നെ ഞാൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസവും വീട് സ്ഥലവും വിറ്റ ഒരാൾ ഇന്ന് വാട്സപ്പിൽ മെസ്സേജ് കണ്ടു. ഞാൻ പറഞ്ഞ ഈ കാര്യം തിരുവനന്തപുരത്ത് അവിടെ താമസിക്കുന്ന അവർ ഈ ക്ഷേത്രത്തിലേക്ക് നേർന്നു, സ്ഥലവും വീടും വിൽപ്പനയായി. അപ്പോൾ എന്നോട് അവിടെ വരുന്ന കാര്യം എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ടൊക്കെ മെസ്സേജ് ചെയ്തു. ഒരുപാട് അനുഭവമുണ്ട്. ഒരുപാട് വീട് സ്ഥലങ്ങൾ വിറ്റുപോയിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ഏറ്റവും നല്ലതാണ്. വിൽക്കാനും വാങ്ങാനും നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് മുഴുവൻ കാണുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ എനിക്ക് വേറെ വീഡിയോ പല കാര്യങ്ങൾ പറയാം അല്ലേ.
ചുമ്മാ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇതിനെക്കാട്ടി ആളുകൾ വീഡിയോ കാണും. പക്ഷേ അതല്ല, ഞാനീ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങ് ആരും സഹായിക്കാനില്ലേ പോലും ചിലപ്പോൾ ഒരു വീട് സ്ഥലമൊക്കെ വിറ്റാലായിരിക്കും ചിലപ്പോൾ നേരെ നിൽക്കാൻ പറ്റുന്നത്. അതിനു വേണ്ടിയാണ്. ഈ പരമേശ്വരൻ്റെ മഹത്വം. ഞാനൊരു വഴികാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ നിങ്ങൾ വഴി വെച്ച് കണ്ടാൽ മിണ്ടുക പോലും ചെയ്യണമെന്നില്ല. അപ്പോൾ ഏതായാലും ഈ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. ഞാൻ പ്രാർത്ഥനയോടെ എല്ലാം പറഞ്ഞുതരാം. പിന്നെ ആദ്യ സ്ഥലവും വീടും വിൽപ്പനയ്ക്കുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ കടങ്ങൾ മാറാൻ, ധനം വർദ്ധിച്ചു വരാൻ ആ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യം. പിന്നെ കേസുകൾ വിജയിക്കാൻ വേണ്ടി ആ ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. വീഡിയോയുടെ അവസാനം ഈ സർവീസ് മേഖലയിൽ അല്ലെങ്കിൽ ഫോഴ്സ്, പോലീസ് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ ചിലപ്പോൾ ഒരു പ്രൊമോഷൻ കൊടുത്തു, അത് തടസ്സപ്പെട്ട് നിൽക്കുന്നു, പേപ്പർ വർക്കുകളെല്ലാം തടസ്സപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹിക്കുന്നവർക്ക്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് തടസ്സം മാറ്റാനുള്ള ഒരു വിദ്യയും കൂടെ അവസാനം പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ കാരണം നമ്മുടെ വീഡിയോ എല്ലാ തരത്തിലുള്ള ആളുകളും കാണുന്നുണ്ട്. എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പം ഞാൻ വീട് സ്ഥലം വിൽക്കുന്ന ആ ക്ഷേത്രത്തെ, ഏത് ക്ഷേത്രമാണ് അതിനെക്കുറിച്ച് പറയാം. അപ്പം ക്ഷേത്രത്തിൻ്റെ പേര് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. ഇത് ഒരുപാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ചങ്ങനാശ്ശേരിയിൽ നിന്നും പായിപ്പാട്, നാലുകോടി പായിപ്പാട് റൂട്ടിൽ വരുമ്പോൾ, നാലുകോടി കഴിഞ്ഞ് ഒരു 2 സ്റ്റോപ്പ്, ഏകദേശം ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞ് പുത്തൻകാവ് ജംഗ്ഷനുണ്ട്. അപ്പോൾ അവിടെ റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം. ആ അമ്പലത്തിൽ ഒരു കാര്യം ചെയ്താൽ ഒരുപാട് അനുഭവമുണ്ട്. സ്ഥലവും വീടും വിറ്റുപോകും. അത് ഒരുപാട് അനുഭവം. അപ്പോൾ അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അവിടുത്തെ പുത്തൻകാവിലെ അമ്മ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് അമ്മയെ കൂടെ ഒന്ന് കണ്ടു. കാരണം അമ്മയെ കാര്യം നടത്തി തരുന്നത് ഞാനൊരു വഴി പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അമ്മയെ ശരിക്കും കണ്ടു. നിങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കുമ്പം അമ്മയുടെ രൂപം കണ്ട് പ്രാർത്ഥിച്ചാൽ വളരെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. കണ്ടല്ലോ, ഇതാണ് അമ്മയുടെ രൂപം. ഉണ്ടല്ലോ, പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. അപ്പോൾ അമ്മയൊന്ന് കാണിച്ചതേ ഉള്ളൂ. കാരണം അമ്മ ആ കാര്യം നടത്തി തരുന്നത് ഞാനാരുമല്ല, ഞാനൊരു വഴി പറഞ്ഞു തരുന്നു. അതും നിങ്ങൾക്കൊരു വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ വേണ്ടിയുള്ള ഒരു വഴി കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യുന്ന പോലെ ഇരിക്കും, ഫലം വരുന്നതും വരാത്തതല്ല. ചെയ്യുന്ന ഭക്തി പോലെ ഇരിക്കും, അമ്മയിലുള്ള വിശ്വാസം പോലെ ഇരിക്കും. അങ്ങനെ വിശ്വസിച്ച് ഞാൻ പറഞ്ഞ് ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ചങ്ങനാശ്ശേരിയിൽ വഴിയും കൂടെ പറഞ്ഞു തന്നേക്കാം. കാരണം ഒരു കാര്യം പറയുമ്പം അത് മുഴുവനായിട്ട് പറഞ്ഞു തരണമല്ലോ. ചങ്ങനാശ്ശേരി വരിക, റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്ക് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങളൊരു ഓട്ടോ പിടിക്കുക. ഓട്ടോ പിടിച്ചാൽ 4 കോടി കഴിഞ്ഞുള്ള പായിപ്പാട് വരെ പോകണ്ട, 4 കോടി കഴിഞ്ഞുള്ള പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മതി. 4 കോടി കഴിഞ്ഞുള്ള പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. അവിടെ റോഡ് സൈഡിൽ തന്നെയാണ്. ഓട്ടോക്കാർ കൊണ്ടിറക്കും. യാതൊരു കൺഫ്യൂഷൻ്റെയും കാര്യമില്ല. വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പം ഇത് നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞ് ചെയ്താൽ മതി. പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞ് മാത്രം ചെയ്താൽ മതി. അങ്ങനെ വ്യവസ്ഥ വെക്കാവുള്ളൂ. ഇത് നടന്നു കഴിയുമ്പോൾ അവിടെ വന്ന് ഞാൻ അത് എന്ത് നേരണമെന്ന് ഞാൻ പറയും. ഇനിയും നിങ്ങൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ദൂരെ നിന്ന് വരുന്നവരുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾ ഒരു ഓട്ടോ പിടിച്ചാൽ പെരുന്ന പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറങ്ങാം. പെരുന്ന പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് 4 കോടി പായിപ്പാട് ബസ്സുണ്ട്. ആ ബസ്സിൽ കയറിയാൽ 4 കോടി കഴിഞ്ഞ് 1 2 ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമാണ്. അത് കണ്ടക്ടറോട് പറഞ്ഞാൽ അവർ പറഞ്ഞുതരും. 4 കോടി കഴിഞ്ഞാൽ വരുന്ന 4 കോടി കഴിഞ്ഞാൽ തന്നെ ഇറങ്ങാൻ ഒരുങ്ങിയിരുന്നോണം. 1 2 ജംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനെ പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം റോഡ് സൈഡിൽ തന്നെയാണ്. 1 2 ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ജംഗ്ഷനിൽ നിർത്തും. ശരിക്കും പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ കഴിഞ്ഞാലാണ്. ചിലപ്പോൾ 2 നിർത്തിയാൽ 2 ജംഗ്ഷൻ ആകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ അടുത്ത് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അത് റോഡ് സൈഡിൽ തന്നെയാണ് അവിടെ ഇറങ്ങാം. ഇപ്പോൾ 2 രീതിയിൽ മനസ്സിലായി. ഇനിയും നിങ്ങൾ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ പായിപ്പാട് PAIPAD
PPPAD പായിപ്പാട് PAIPPAD. തെറ്റായിരിക്കാനേ പറഞ്ഞു കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ ആർക്ക് പറഞ്ഞു കൊടുത്താലും അത് പ്രയോജനം ഉണ്ടാകണം. അപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റ് പറ്റരുത്. അതുകൊണ്ടാണ്. കാരണം ഒരുപാട് പുത്തൻകാവ് ക്ഷേത്രമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിളിന് നെറ്റിൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഒരു അമ്പലത്തിൻ്റെ ഫോട്ടോ വരും. അതിൻ്റെ താഴെ ഫോൺ നമ്പരൊക്കെ ഉണ്ട്. 0481 എന്നാണ് കോഡ്. ഫോൺ നമ്പറുണ്ട്. ഫോൺ നമ്പർ ഞാനിപ്പം നമ്മുടെ അടുത്തായതുകൊണ്ട് എനിക്ക് ഫോൺ നമ്പർ അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണേൽ റൂട്ട് ക്ലിയർ ചെയ്യാം, ദൂരെയുള്ളവർക്ക്. കാരണം ഞാനൊരു കാര്യം പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ. വരുവോ വരാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, ചെയ്യുകയോ ചെയ്തായിരിക്കുമോ ഒന്നും ഞാൻ പറയുന്നില്ല, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എൻ്റെ അനുഭവം പറയുന്നതേ ഉള്ളൂ കേട്ടോ. ആ നിലയിൽ പറയുന്നതാണ്. അപ്പം അവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥലവും വീടും വിൽക്കാനുണ്ട്. ആരും വിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ ഒരുപാട് സ്ഥലവും വീടും ഒക്കെ വിറ്റുപോയി. ഇപ്പോൾ ഒരു കൊച്ചു വീട് മേടിച്ച് താമസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യമാണ് വിൽക്കണമെങ്കിൽ, കുട്ടികളുടെ കല്യാണം, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ബാങ്കിലെ കടം വീട്ടാൻ, അതൊക്കെ ന്യായമായ ഒരു ആവശ്യമാണ്. അങ്ങനെ വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വെള്ളിയാഴ്ച രാവിലെ കുളിച്ച് ഈറനോടെ തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് വസ്ത്രം ഉടുത്ത് തന്നെ ഈറനോടെ കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ പുത്തൻകാവിലമ്മയുടെ ഫോട്ടോ കണ്ടല്ലോ, അമ്മയെ മനസ്സിൽ കണ്ടല്ലോ, അമ്മയുടെ രൂപം കണ്ടല്ലോ. ശാന്ത സ്വരൂപിണിയാണ്, പക്ഷെ ഭദ്രകാളിയാണ്. എന്തും സാധിച്ചു തരുന്നതാണ് അമ്മ. എന്തും ശാന്ത സ്വരൂപിണിയാണ്, ഭദ്രകാളിയാണ്. അപ്പം പുത്തൻകാവിലമ്മേ, പായിപ്പാട് പുത്തൻകാവിലമ്മേ, ഈ സ്ഥലവും വീടും വിറ്റ് തരണം. വിറ്റ് കഴിഞ്ഞാലുടൻ ഞാൻ അവിടെ വന്നൊരു വെള്ളിയാഴ്ചയാണ് അമ്മയ്ക്ക് ഏറ്റവും പറയും, 6 നാഴി പായസം എന്നുവെച്ചാൽ 6 നാഴി പായസം അമ്മയ്ക്ക് നൽകിയേക്കാം എന്ന് പറയുക. നേരുക, വാഗൊണ്ട് നേരുക. എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, വലുതാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. അത് ആ രീതി തന്നെ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ സ്ഥലവും വീടും വിറ്റ് കഴിയുമ്പോൾ, ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്തോൻ്റെ സ്ഥലം വിറ്റെന്ന് പറഞ്ഞ് ഇന്നും മെസ്സേജ് കണ്ടത്, അവർക്ക് ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു കടം വീട്ടാൻ വേണ്ടിയാണ്. അവർക്കൊക്കെ എന്തൊരു ആശ്വാസമാണ്. 6 നാഴി പായസത്തിന് നേരത്തെ 450 ആയിരുന്നു, ഇപ്പം 600 ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ നേരിട്ട് ചെയ്യാനേ പറയത്തുള്ളൂ. അതുകൊണ്ട് അത് 600 ആണെന്ന് തോന്നുന്നു. അതൊക്കെ നേരിട്ട് വന്ന് ചെയ്തോളുക. ആവശ്യം നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞു. അപ്പം എന്നിട്ട് നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ അവിടെ വന്ന് ചെയ്യുക. അത് അമ്മയോട് നന്ദിയും കൂടെ പറയുക. എന്നോട് മിണ്ടുക പോലും, വാട്സപ്പിൽ നിങ്ങൾക്കിപ്പം അനുഭവം ഉണ്ടായിട്ടാൽ എനിക്ക് സന്തോഷം. ഇനി എന്നോട് മിണ്ടിയാലും മിണ്ടിയില്ലേലും ഞാൻ ആരുമല്ല, ഒന്നുമല്ല. നിങ്ങൾ അമ്മയോട് നന്ദി പറയുക. അമ്മയാണ് നിങ്ങൾ നടത്തി തരുന്നത്. ഞാൻ ഒരു വഴി കാട്ടിത്തരുന്ന ആൾ മാത്രമാണ്, ഗുരുവല്ല, ആരുമല്ല. ആ ശിവനിൽ ലയിച്ചിരിക്കുന്ന, അകവും പുറവും ശിവനെ ലയിച്ചിരിക്കുന്ന, ശിവനും ഞാനും രണ്ടായി കാണാതെ ഒന്നായിട്ട് ആ ശിവനെ ധ്യാനിക്കുന്ന, ഓരോ ശ്വാസത്തിലും ആ ശിവവിദ്യ ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. സ്ഥലം മേടിക്കാനും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഞാൻ പറഞ്ഞ് ഇവിടെ വന്ന് ഇത് ഒരുപാട് ആളുകൾക്ക് കാര്യസാധ്യത ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും, തിരുവനന്തപുരം, വയനാട്, ബാംഗ്ലൂർ എന്ന് വേണ്ട പല ദേശങ്ങളിൽ നിന്ന്, ഇങ്ങനെ ഏറ്റവും ഗൾഫിൽ നിന്ന് വരെ ആളുകൾ നേരാറുണ്ട്. അവർ പിന്നെ വന്ന് അവർ ചെയ്യുകയാണ്. എത്ര ദേശങ്ങളിൽ നിന്ന് ചെയ്യാറുണ്ടെന്നറിയോ? ഇതൊക്കെ അമ്മയുടെ ശക്തിയാണ് കേട്ടോ. അല്ലാതെ ഞാനൊരു വഴി പറഞ്ഞു തരുന്നേ ഉള്ളൂ. അമ്മയാണ്, ഭദ്രകാളിയാണ്. അമ്മ പ്രത്യേകിച്ച് എന്ത് സാധിച്ചു തരാൻ കഴിവുണ്ട്. എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്കുണ്ടായ അനുഭവം മാത്രമാണ് പറയുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കാം, നിങ്ങളുടെ ഇത്. ഇനിയും രണ്ടാമത് പറയുന്ന കാര്യം, കടം കയറി ഒരു മുടിഞ്ഞ അവസ്ഥയെന്ന് പറയുന്നത്, വെച്ചാൽ നശിച്ച അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ വന്ന് ഒരു കടുംപായസത്തിന് രസീത് എടുക്കുക, അതൊരു ചെമ്പരത്തിമാലയും കൂടെ വെക്കുക. അമ്മയോട് കരഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, അമ്മ എനിക്കൊരു ജീവിതമാർഗം നൽകണേ, സമ്പത്ത് നൽകണേ, എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് വേറെ മാർഗ്ഗമില്ലേ, എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നൽകണേ, ഒരു ജീവിതമാർഗം നൽകണേ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അടക്കി വെക്കുക. എന്നിട്ട് അവിടെ കുളമുണ്ട്. ആ കുളത്തിൽ അവിടെ തന്നെ മലര് കിട്ടും. മലര് മേടിച്ച് വെറുതെ ഒന്നും പ്രാർത്ഥിക്കണ്ട, മലര് മീനിട്ട് കൊടുക്കുക. ഇത് വെള്ളിയാഴ്ച രാവിലെ ചെയ്യുക. ഒരു വെള്ളിയാഴ്ച ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല.
വെള്ളിയാഴ്ചകൾ ആവർത്തിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സമ്പത്തും വന്നിട്ടുണ്ട്, ധനവും വന്നിട്ടുണ്ട്. അനുഭവമാണ് പറയുന്നത്. ഞാൻ തന്നെ ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് ഗുണമായിട്ടുണ്ട്. ഇനിയും കേസുകൾ വിജയിക്കാൻ ഇതുപോലെ തന്നെ കുളിച്ചീറനോട് ഒരു വെള്ളിയാഴ്ച ദിവസം വസ്ത്രം ഉടുത്ത് തന്നെ കുളിച്ചീറനോട് കുളിമുറി എന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി അമ്മയെ വാഗൊണ്ട് വിളിച്ചു ചൊല്ലി ഈ കേസ് അമ്മ എനിക്ക് അനുകൂലമായി വിജയിപ്പിച്ചു തരണം. വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് അമ്മയ്ക്ക് ഒരു വെള്ളിയാഴ്ച 12 നാഴി പായസം ചെയ്തേക്കാന്ന് പറയുക. എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, വലതുകാലം വെച്ച് കുളിമുറി നിറങ്ങുക. അപ്പോൾ ഇതൊക്കെ നേർന്നു കഴിഞ്ഞു. പിന്നെ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് ബലമാകത്തില്ല, വെറുതെ സമയം കളയാന്നുള്ളതേ ഉള്ളൂ. ഒന്ന്, ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം. നമ്മൾ നേരുമ്പോൾ മനസ്സ് മുഴുവൻ അമ്മയെ ചെല്ലണം. എന്നിട്ട് നേർന്നു കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തല തോർത്തുക, വലതുകാലം വെച്ച് കുളിമുറി നിറങ്ങുക. പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ പോയി, വെറുതെ സമയം കളയാന്നുള്ളൂ, അത് ഫലിക്കത്തില്ല. ഞാൻ പറഞ്ഞു ശരിയായിട്ട് ചെയ്തവരെല്ലാം അവരുടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഗൾഫിൽ ഇരുന്ന് പോലും നേർന്നവർക്ക് നടന്നിട്ടുണ്ട്. ഗൾഫിലോ കാനഡയിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും നടന്നിട്ടുണ്ട് പലർക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതി മനസ്സിലാക്കി ചെയ്യണം, അല്ലെ വെറുതെ സമയം കളയാന്നുള്ളൂ. ശരിയായിട്ട് ചെയ്തവരുടെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അമ്മയെ വിശ്വാസം വേണം. 1. 2, നേർന്നു കഴിഞ്ഞ് ഈറനോടെ വേണം നേരാൻ. വെള്ളിയാഴ്ച വേണം നേരാൻ. ഈ കാര്യം നടന്നു കഴിഞ്ഞും അവിടെ വഴിപാട് ചെയ്യുന്നതും വെള്ളിയാഴ്ച ആയിരിക്കണം. പിന്നെ ഇത് നേർന്നു കഴിഞ്ഞും വാഗൊണ്ട് വിളിച്ച് ചൊല്ലിയാണ് നേരേണ്ടത്. എന്നിട്ട് തല തോർത്തുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ ചെയ്യണം കേട്ടോ. ഇനി ഈ 12 നാഴി പായസം ഞാൻ എൻ്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു കേസൊക്കെ വിജയിച്ച് അവിടെ വന്ന് 12 നാഴി പായസം കഴിച്ചവരുണ്ട്. അമ്മയുടെ പാദം തൊട്ടാണ് പറയുന്നത്, അനുഭവമാണ്. എന്നിട്ട് ആ പായസത്തിൻ്റെ ഒരു പങ്ക് ഞാൻ എൻ്റെ അനിയനെ അവിടെ കണ്ടപ്പം അവൻ്റെ കൊടുത്ത് എനിക്ക് തരണമെന്നും പറഞ്ഞ് കൊടുത്തു വിട്ടു. അപ്പം ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും മിക്കവാറും ഈ അമ്പലത്തിൽ പോകാറുണ്ട്. പക്ഷെ ചില പ്രാവശ്യം പോകാൻ പറ്റാറില്ല. അപ്പോൾ എന്നെ അവർക്ക് വെള്ളിയാഴ്ച അവിടെ കാണാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോകാൻ പറ്റിയില്ല. അവിടെ എൻ്റെ അനിയൻ്റെ കയ്യിൽ ആ പായസം, ആ കേസൊക്കെ വിജയിച്ച് കഴിഞ്ഞ് 12 നാഴി പായസം, ആ പായസം അനിയൻ്റെ കൊടുത്തു വിടുകയും ചെയ്തു. എന്നോട് പ്രത്യേകം നന്ദി പറയണമെന്നും പറഞ്ഞു. പിന്നെ നേരിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ, കാരണം എനിക്കതുപോലെ തിരക്കാണല്ലോ. അതുകൊണ്ടാണ് അവർ വരാഞ്ഞത്. അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും വന്ന് കണ്ടേനെ എന്നുകൂടി പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് വീഡിയോയിൽ അവരോട് അനിയൻ എന്നോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞു, സന്തോഷമെന്ന്. ഞാൻ അത് കഴിഞ്ഞുള്ള വീഡിയോ ഞാൻ റിപ്ലൈ ചെയ്തായിരുന്നു അവർക്ക് വേണ്ടി. വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പം അച്ചട്ടാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങളായി പറഞ്ഞു വന്ന് 1, വീട് സ്ഥലവും വിറ്റ് പോകാൻ ആവശ്യമുള്ളവർക്ക്. 2, കടം കയറി മുടിഞ്ഞവർ, അവർ നശിച്ചവർ രക്ഷപ്പെടാനുള്ള വഴി. 3, കേസേ കാര്യങ്ങളൊക്കെ വിജയിക്കാനുള്ള. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ അമ്മയൊന്ന് നടത്തി തരും, സംശയം വേണ്ട. പക്ഷെ ഇവിടെ എല്ലാം അമ്മയെ നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. നിങ്ങൾ ആ ചെയ്യുന്നത് അമ്മയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചാൽ അത് നടന്നിരിക്കും. അങ്ങനെ വിശ്വസിച്ചവർക്കെല്ലാം നടന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതേ രീതിയിൽ ചെയ്യുക. ഇനിയും പറയാൻ പോകുന്നത് വേറെ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു പോലീസ് ഫോഴ്സ് അങ്ങനെയുള്ള പോലീസൊക്കെ പോലുള്ള മേഖലകളിലുള്ള ആളുകൾക്ക് ഒരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പലരും ഈ മെസ്സേജ് ചെയ്ത് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പോലീസിലൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നു, ഒരു ട്രാൻസ്ഫറൊക്കെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റുമാനൂരപ്പനെ പിടിച്ചാൽ മതി, കൃത്യം കാര്യം നടക്കും. നിങ്ങളുടെ ഏത് ഫയലുകൾ മേശപ്പുറത്തുനിന്ന് നീങ്ങുന്നില്ലെങ്കിലും ഭഗവാനെ വിളിച്ച് വഴിപാട് ചെയ്തു നടക്കും. പ്രത്യേകിച്ച് പോലീസ് അതുപോലുള്ള മേഖലകൾക്കൊക്കെ ഏറ്റുമാനൂരപ്പൻ കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുളിച്ചീറനോടെ ഒരു ശനിയാഴ്ച ഇതുപോലെ വസ്ത്രം കൊടുത്ത് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഏറ്റുമാനൂരപ്പന് ഒരു കുടം എണ്ണ ഭഗവാന്റെ കെടാവിളക്കിൽ ഞാൻ ഒഴിച്ചേക്കാം, എൻ്റെ ഈ ട്രാൻസ്ഫർ ശരിയാക്കി തരണം, എൻ്റെ ഈ പ്രൊമോഷൻ ശരിയാക്കി തരണം,
അത് കഴിഞ്ഞാലുടൻ ഞാൻ അവിടെ വന്ന് ഒരു കുടം എണ്ണ കെടാവിളക്കിൽ ഏറ്റുമാനൂരപ്പൻ്റെ അവിടെ ഒരു കുടം എണ്ണ കെടാവിളക്ക് ഒഴിച്ചേക്കാൻ നേർന്നാൽ മതി. പെട്ടെന്ന് തല ഓർത്തുക, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പ്രത്യേകിച്ച് ഈ ഇതുപോലുള്ള പോലീസ് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ പ്രമോഷനോ ഒക്കെ ഒരു ഏറ്റുമാനൂർ രൗദ്രഭാവമാണ്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. കാരണം ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളാണല്ലോ, ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ, എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വേണ്ടിയാണ് ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ഗുണം ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ്. ഇനിയും ബിസിനസ്സുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ എത്ര സ്റ്റാഫ് നിങ്ങളുടെ കീഴിലുണ്ടെങ്കിലും എത്ര സ്ഥാപനങ്ങൾ നിങ്ങളുടെ കീഴിലുണ്ടെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ ഏറ്റുമാനൂരപ്പനെ പിടിച്ചാൽ മതി. കാരണം ഏറ്റുമാനൂരപ്പൻ അഘോരമൂർത്തിയാണ്. ഏറ്റുമാനൂർ കൈലാസം തന്നെയാണ്. കൈലാസത്തിൽ പോകാൻ പറ്റാത്തവർ ഏറ്റുമാനൂർ പോയാൽ മതി. അത് ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി ഞാനിത് പറയാൻ തന്നെ എന്തുകൊണ്ടാണെന്ന് പറയാം. ഞാൻ മുഴുവൻ ശിവനിൽ ലയിച്ചിരിക്കുന്ന ആളാണ്. മനസ്സുകൊണ്ട്, ശ്വാസം കൊണ്ട് എല്ലാം ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. എനിക്ക് കാശി വിശ്വനാഥൻ്റെ അവിടുന്ന് പ്രസാദം, ഭസ്മം ഇതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആരും പറഞ്ഞു വിട്ടതല്ല, ഏൽപ്പിച്ചതല്ല, ആവശ്യപ്പെട്ടതല്ല. എനിക്ക് പലരും അവിടുന്ന് കൊറിയർ അയച്ചു തരാറുണ്ട്. നമ്മുടെ തന്നെ വീഡിയോ ഫോളോ ചെയ്യുന്നവരെ. കൊട്ടിയൂരപ്പൻ്റെ അവിടുന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രസാദവും എനിക്ക് ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം ശിവനാണ്. ഇട്ടിയച്ചൻ, അപ്പം അത് കുറച്ച് പേർക്ക് അറിയത്തുള്ളായിരിക്കും. കരിമാത്ര ഇട്ടിയച്ചൻ അവിടെ ഈ സർപ്പത്തിന് പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ഇട്ടിയച്ചൻ എന്ന് പറഞ്ഞാൽ ശിവാംശമാണ്. അവിടെ ഈ ഭയങ്കര അത്ഭുത ശക്തിയുള്ള ഒരു അമ്പലമാണ് ഈ കരിമാത്ര. കരിമാത്രയിൽ ഇപ്പോൾ അവിടെയുള്ള കർഷകരൊക്കെ ഈ കണ്ടത്തിൽ കൃഷി ഇറക്കി കഴിയുമ്പോൾ എലിശല്യം ഉണ്ടാകുമ്പോൾ ആ ഇട്ടിയച്ചനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പം അവിടെ എലിയെ ഓടിക്കാൻ പാമ്പാണ് വരുന്നത് ആ വയലുകളിലെല്ലാം. അത്ര ശക്തിയാണ് ഇട്ടിയച്ചന് അവിടെ ഈ സർപ്പത്തിൻ്റെ പ്രധാനമായിട്ടുള്ള. അപ്പോൾ അവിടെ ഇട്ടിയച്ചൻ ശിവൻ്റെ അംശമാണ്, ജീവിച്ചിരുന്ന ആണ്. അപ്പോൾ ആ ഇട്ടിയച്ചൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് എല്ലാ കർക്കിടകവാവ് കഴിഞ്ഞും പ്രസാദം ഇവിടെ പോകുന്ന ഒരു വ്യക്തി കൊണ്ട് തരാറുണ്ട്. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. അങ്ങനെ കേദാർനാഥിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ പോയ ഒരു ഹിമാലയം സഞ്ചരിക്കുന്ന ഒരാൾ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിൽ ശിവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ആ ശിവതത്വം, ആ തത്വം പരിപൂർണമായതുകൊണ്ടാണ് ആ ശിവൻ്റെ ആ ഓരോ കാര്യങ്ങളും എന്നിലേക്ക് വരുന്നത്. അതുപോലെ ഏറ്റുമാനൂർ അമ്പലത്തിലെ ഒരു വലിയ ഭക്ത, നല്ലൊരു വ്യക്തിയാണ്. ഞാനൊന്നും പറഞ്ഞിട്ടുമല്ല, ഒന്നുമല്ല. ഏറ്റുമാനൂർ പ്രദോഷം തൊഴാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് വസ്ത്രം കൊണ്ട് ഇവിടെ തന്നിട്ടാണ് പോയി. ആരും പറഞ്ഞു, അമ്മയ്ക്ക് തോന്നിയതാണ്. വലിയ ബിസിനസ് കാര്യമാണ്, നല്ലൊരു വ്യക്തിയാണ്. അത് ഭഗവാൻ തോന്നിച്ചതാണ്. കാരണം എൻ്റെ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ, അകവും പുറവും. ഞാൻ ശിവവിദ്യയാണ് ശാസ്ത്രത്തിൽ ചെയ്യുന്നത്. ഞാൻ ക്രിയായോഗ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവനാണ് അകവും പുറവും, ആ ഒറ്റ ചിന്തയേ ഉള്ളൂ. അപ്പം എൻ്റെ ഉള്ളിൽ ഭഗവാൻ മാത്രം ആ സത്യസന്ധമായിട്ടുള്ളത് കൊണ്ടാണ് ശിവനുമായി ബന്ധപ്പെട്ട ആ തത്വങ്ങൾ എന്നിലേക്ക് പല കാര്യങ്ങളും വരുന്നത്. ഞാൻ ഒരു ഡേറ്റ് ഒരു കുട്ടിക്ക് ഈ സിസേറിയനായിരുന്നു. അപ്പോൾ ഒരു ഡേറ്റ് കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാനൊരു ഡേറ്റ് കൊടുത്തു. അന്ന് സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ചോദിച്ചുകൊണ്ട് കൊടുത്തതാണ്. ആ ഡേറ്റിനാണ് പ്രസവം നടന്നത്. ആ കുട്ടിയെയാണ് ഒരു അമ്പലത്തിൽ ഏതോ ഒരു വിശേഷപ്പെട്ട ഒരു കാര്യം നടന്നപ്പോൾ ശിവനായിട്ട് ഒരുങ്ങണമായിരുന്നു. അപ്പം നറുക്കെട്ടെടുത്ത് ആ കുട്ടിയെയാണ് ശിവനായിട്ട് ഒരുക്കിയത്. കാരണം അത് യാദൃച്ഛികമല്ല. അത്രയും കുട്ടികളുള്ളപ്പോഴും നറുക്കിട്ടപ്പം ഞാൻ ആ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത ആ ഡേറ്റിൽ ആ ജനിച്ച കുട്ടിയാണ് ശിവനായിട്ട് തിരഞ്ഞെടുത്തത്. കാരണം എൻ്റെ ഉള്ളിലെ ആ ശിവഭാവം മുഴുവനാണ് ഞാൻ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിൽ ഉണ്ട്. ഭഗവാനുണ്ട് അതിനകത്ത്. എന്നിട്ട് അവർ ആ ശിവനായിട്ട് ഒരുങ്ങിയ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ട്, ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ കുട്ടി എത്ര കുട്ടികളുണ്ടെന്നാ ഉണ്ട്, അതിൽ നിന്ന് ആ കുട്ടിയെ മാത്രം സെലക്ട് ചെയ്യാൻ കാര്യം എന്താ? അവനിൽ ആ ശിവതത്വം ഉണ്ട്. കാരണം ഞാനാണത് കൊടുത്തത്. എൻ്റെ ഉള്ളിൽ മുഴുവൻ ഭഗവാനേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റുമാനൂർ കൈലാസമാണ്. ആ മനസ്സുകൊണ്ടാണ് പറയുന്നത്. കൈലാസത്തിൽ പോകാൻ പറ്റാത്തൊരു ഏറ്റുമാനൂർ പോയാൽ മതി. ഇനിയും ഏറ്റുമാനൂർ ഭഗവാന്
ശതകലശം വഴിപാട് ചെയ്താൽ മതി, ബിസിനസ്സുകാർക്കൊക്കെ വലിയ ഉയർച്ച ഉണ്ടാകും. അതിന് ഏതാണ്ട് 14,000 രൂപ ആകുമെന്നാണ് അവിടെ ചെയ്യുന്ന നമ്മുടെ ഇത് നമുക്കറിയാവുന്ന ആളുകൾ ചെയ്ത് പറഞ്ഞു. എനിക്കതേക്കുറിച്ച് വ്യക്തമായി നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ അത് പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ബിസിനസ്സുകാർക്കൊക്കെ നല്ലതാണ്. ഏറ്റുമാനൂരപ്പന് ഏത് കാര്യവും ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അഘോരമൂർത്തിയാണ്. ഏറ്റുമാനൂരപ്പനെ തൊഴാൻ പോയ എന്നെ വന്ന് ഇവിടെ കണ്ട് എനിക്കൊരു വസ്ത്രം തന്നെന്ന്, എന്നിട്ടാണ് പ്രദോഷം അന്ന് തൊഴാൻ പോയത്. അത് ഭഗവാൻ തോന്നിച്ചതാണ്. ഞാൻ ആവശ്യപ്പെട്ടതോ ഞാൻ അറിഞ്ഞു പോലുമില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിലെ ആഴത്തിൽ എന്തുമാത്രം ഭഗവാൻ ഉണ്ടായിരിക്കും. ഇവിടെ ഉണ്ട് ഭഗവാന്റെ. കാരണം ഞാൻ ആ ഭഗവാന്റെ ആ ഒരു ആ ഋഷീശ്വരന്മാരല്ലേ ശൈവസിദ്ധന്മാർ ചെയ്ത നൂറ്റാണ്ടുകളല്ലേ 10,000കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശിവനോളം തന്നെ പഴക്കമുള്ള ശിവവിദ്യയാണ് ഞാൻ ശാസ്ത്രവിദ്യ ചെയ്യുന്നത്. ചെറിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം തിരുനക്കര അമ്പലത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് ശിവാനുഭവം ഉണ്ടായി. അതുപോലെ കൊല്ലം ജില്ലയിൽ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ ഉണ്ടിക്കാവി ഇരുന്നപ്പോഴും ആ ശിവാനുഭവം ഉണ്ടായി. എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സുകൊണ്ടാണ് നിങ്ങൾക്കിതെല്ലാം പറഞ്ഞു തരുന്നത്. ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഇതൊന്നും. അതാണ് അപ്പം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ആ ചെമ്പോലയിൽ ആ നമ്പർ തന്നെ എഴുതി വെച്ചാൽ ചെയ്തവർക്കൊക്കെ സാമ്പത്തികം വന്നിട്ടുണ്ട്. വലിയൊരു സന്തോഷമാണത്. ഇനി ഞാൻ അതുകൊണ്ടാണ് ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വാട്സപ്പിൽ ഇട്ടാൽ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം ഇട്ടാൽ മതി, ഞാൻ ആ സംഖ്യ സെലക്ട് ചെയ്തൊരൊറ്റ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് സമയം ഉണ്ടായിട്ടല്ല. അവരുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു ഗുണം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം. ഭഗവാനും ശിവന് മഹത്വം, ഈശ്വരന് മഹത്വം, നമുക്ക് സന്തോഷം. എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും കാണുന്നുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം. അവരുടെയൊക്കെ ജീവിതത്തിൽ ഓരോ കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത്. ഒരു ഗ്രഹനാഥനല്ലേ ഗ്രഹനാഥയ്ക്ക് സാമ്പത്തികം വരുമ്പോൾ ആ കുടുംബമാണ് രക്ഷപ്പെടുന്നത്. ഞാൻ നേരത്തെ വീഡിയോക്കകത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ മൊബൈൽ കവറിനുള്ളിൽ ഈ ATM കാർഡ് ഇങ്ങനെ വെച്ചാൽ, ഇങ്ങനെ വെച്ചിട്ട് മൊബൈൽ വെക്കുക. ഇത്രയും കവറായിരിക്കണം. മൊബൈൽ വെക്കുക, ATM കാർഡ് വെക്കുക, മൊബൈൽ വെക്കുക. അപ്പം നമ്മൾ ATM കാർഡ് കാണാത്ത രീതിയിൽ സാമ്പത്തികം വരും. അത് ചെയ്ത ഒരു വ്യക്തി ഇന്ന് തന്നെ കണ്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ അക്കൗണ്ടിൽ പൈസ വന്നു, അതിനോടൊരു വരുമാന മാർഗം വന്നു. എത്ര സന്തോഷത്തോടെയാണ് പറയാമെന്നറിയോ. അതുപോലെ ആമമോതിരം ധരിച്ച, അതൊക്കെ ഒരു ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമുക്കത് എന്തൊരു സന്തോഷമാണെന്നറിയോ. അതുപോലെ ഇടത് കൈ കൊണ്ട് പണം കയ്യിൽ പിടിച്ച് ഓം കൃഷ്ണായ നമ ജപിച്ച് പേഴ്സി വെക്കുക, അല്ലെങ്കിൽ ക്യാഷ് ഡ്രോയിൽ വെക്കുക. പിന്നെ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ഇടത് ഭാഗത്ത് ക്യാഷ് ഡ്രോ സെറ്റ് ചെയ്യുക. എത്ര ബിസിനസ് സ്ഥാപനങ്ങളിൽ എത്ര സ്ഥാപനങ്ങളിലാണ് ധനം ഉണ്ടായിരിക്കുന്നത്. പിന്നെ എനിക്കിത് പറയാതെ വേറെ കാര്യങ്ങൾ പറയാൻ വയ്യ. പക്ഷെ ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു വല്ലാത്ത സന്തോഷം. ആളുകൾ ഇത് പറയുമ്പം ഞങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടായി ഇതുണ്ടായി, ഞങ്ങൾക്ക് പൈസ വന്നു, അത് വന്നു, ഇത് വന്നു, അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. ഇതൊക്കെ ലളിതമായ കാര്യങ്ങളുമാണ്. അല്ലാതെ എൻ്റെ പുറകെ എല്ലാവരും നടക്കണമെന്നോ എന്നെ വലിയ ഇതായിട്ട് ഗുരുവായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പരമേശ്വരന് നന്ദി പറയുക, ആ ഈശ്വരന് നന്ദി പറയുക. നിങ്ങൾ ആ വഴിപാട് നടത്തി തന്ന ആ ദേവനല്ലേ ദേവിക്ക് ആ ക്ഷേത്രത്തിനും നന്ദി പറയുക. എന്നെ കണ്ടാൽ മിണ്ടുപോലും ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആ ഭഗവാനെ മാത്രം ലയിച്ചാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഞാനൊരു പ്രാവശ്യം അവിടുത്തെ കല്യാണത്തിന് പോയപ്പോൾ ഇപ്പോഴേ ഞാൻ തന്നെ പറഞ്ഞത്, എനിക്ക് തന്നെ ഞാൻ ആ സംഖ്യയുടെ ഇത് പറഞ്ഞ് ഇപ്പോൾ എവിടെ ചെന്നാലും ആളുകൾ എന്നോടൊരു പേപ്പർ എടുത്തുകൊണ്ട് പറഞ്ഞ് ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സംഖ്യ ഒന്ന് പറഞ്ഞു തരാമെന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഞാൻ അതിൻ്റെ അകത്ത് എനിക്കൊരു മടിയില്ല. ഇതെൻ്റെ പരിപാടി. എനിക്കിപ്പോൾ സമയമില്ല. വാട്സപ്പിലാണെങ്കിലും എത്ര പേരാ സാറേ ആ സംഖ്യ ഒന്ന് പറഞ്ഞു തരാം. ഞാൻ എത്ര സമയമില്ലെങ്കിലും പറഞ്ഞു കൊടുക്കും. പക്ഷെ വേറൊന്നും കൂടുതൽ മെസ്സേജ് ചെയ്തത് എനിക്ക് സമയമില്ല. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ മാറുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അവർ സന്തോഷമുണ്ട്. ഞാനൊരു പ്രാവശ്യം ഒരു കല്യാണത്തിന് പോയപ്പം
ഞാൻ ആ കല്യാണ സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്നെ അറിയാവുന്ന ആരാണ്ട് അവിടെ ഉണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചു, ഒരു കാര്യം പറഞ്ഞു കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകനൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ ആ കൈരേഖയിലെ സന്താന ഭാവത്തിൻ്റെ ഒരു കാര്യം ഒന്ന് പറയാമോയെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വേറെ ചില കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരാളൂടെ എൻ്റെ അടുത്ത് കൈ കാണിച്ചു. അപ്പം ഞാൻ അതിലായി, എൻ്റെ മനസ്സതിലായി. കാരണം എനിക്ക് വളരെ മൈൻഡ് അതിലായി. ഞാൻ പിന്നെ കറക്റ്റ് വേറെ ശ്രദ്ധയെല്ലാം മാറി ആ മൈൻഡ് എൻ്റെ ആ ഹസ്തരേഖ നോക്കുന്നതിലേക്ക് വന്നു. അതുകഴിഞ്ഞ് പല പല ആളുകൾ കൈ കാണിച്ചു. എനിക്കൊരു ഇതുണ്ട്, ഞാൻ പക്ഷാപാതം കഴിവതും കാണിക്കത്തില്ല. ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ വേറെ ആൾക്കും പറഞ്ഞു കൊടുക്കും. അത് ഞാൻ പുലർത്തുന്ന ഒരു നീതിയാണ്. ഞാൻ വാട്സപ്പിൽ പറയും എനിക്ക് സമയമില്ല എന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ പലരും നിൽക്കുന്നു, ഒരാൾ എൻ്റെ അടുത്ത് ഒരു കാര്യം കാണിക്കാൻ അടുത്ത് നിൽക്കുന്ന ആൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞാൻ പക്ഷപാതം കാണിക്കില്ല. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാവരും ഇപ്പം കൈ കാണിച്ച് ഞാൻ എൻ്റെ ചുറ്റും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം കല്യാണം അവിടെ നടക്കുക, എൻ്റെ ചുറ്റും വലിയൊരു ആൾക്കൂട്ടമാണ്. ഞാൻ ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു, പുത്തൻകാഴ്ച ക്ഷേത്രത്തിൽ. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അപ്പോഴേ എനിക്ക് ബോധം വരുന്നത്, ഇത് കല്യാണ സ്ഥലമല്ലേ. അപ്പോൾ ആളുകൾ ഓരോരുത്തരുടെ എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മിനിറ്റ് വെച്ച് ഞാൻ എത്ര ആളുണ്ടെങ്കിലും എനിക്കതൊരു മിനിറ്റ് വെച്ച് ഞാൻ നോക്കും. കാരണം ഞാൻ മനസ്സെൻ്റെ ആദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൂടി എൻ്റെ ചുറ്റും വലിയ ഒരു ആൾക്കൂട്ടമായി. കല്യാണം നടക്കുന്നിടത്ത് ആൾ കുറവ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആരാണ്ട് ആളുകൾ എന്നെ അവിടെ കൂടി നിൽക്കുന്നതാണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് മോശമാണ് എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും വന്നു. അപ്പോൾ അന്നുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, നമ്മളെവിടെ പോയാലും നമ്മൾ വരുന്നതും പോകുന്നതും ആരും അറിയത്തില്ല. കാരണം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആളും ചോദിക്കും. അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരാളോട് തന്നെ ഞാൻ പക്ഷപാതം കാണിക്കത്തില്ല. അപ്പോഴായിരിക്കും വേറൊരാൾ ചോദിക്കുന്നത്. ഇത് മിനിറ്റ് വെച്ച് ആളുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ആൾക്കൂട്ടവും പ്രശ്നങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിവതും എവിടെ പോയാലും ഞാൻ പോകുന്ന വരുന്ന സാധനം ആരും അറിയാറില്ല. പിന്നെ അതുമല്ല, ഞാൻ മിക്കവാറും പാൻസ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ എന്നെ തിരിച്ചറിയാൻ എല്ലാവരും ഒരു മുണ്ടൊക്കെ ഇടുന്ന ഒരാളായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ഏറ്റുമാനൂർ പോയപ്പോൾ ഞാൻ വണ്ടി ഇരുന്നപ്പോഴാണ് ഒരാൾക്ക് അവിടെയൊക്കെ മനസ്സിലായത്, ആ സ്റ്റാൻഡ് നിൽക്കുന്നവർക്ക് മനസ്സിലായത് ഇന്ന ആളാണ്. അപ്പോഴത്തേനും വണ്ടി എടുത്തു. കാരണം പെട്ടെന്ന് കണ്ടാൽ അറിയത്തുമില്ല. അപ്പം ആ രീതിയിലാണ്. ഞാനല്ലെങ്കിലും പാൻറ്റേ എടുത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഈ പലയിടത്തും ഇപ്പം ഞാൻ വെളിയിലോട്ട് പോകുമ്പോഴാണെങ്കിൽ ഇതുപോലെ അക്കം ആ സംഖ്യ പറഞ്ഞു തരാമെന്ന് ചോദിക്കുന്ന എത്രയോ ആളുകൾ. ഞാനവിടെ നമ്മുടെ സമയം ഒരുപാട് പോകും കേട്ടോ. വെറുതെ ഒരുപാട് സമയം എനിക്കതുകൊണ്ട് സമയം പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഒരു സന്തോഷമാണ്. ഇതൊക്കെ ജീവിതത്തിലെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെ നമുക്ക് ചില സമയത്തിന് ചില പോരായ്മകൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും എനിക്കുണ്ടായ ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഒരു ആ ഗുണം ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ, അവരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അതൊക്കെ വലിയ സന്തോഷമാണ്. അപ്പം എല്ലാവരെയും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നു. ഞാൻ നാളത്തെ വീഡിയോയിൽ ശനീശ്വരൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ദയവായിട്ട് വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. അത് ശനി ഭഗവാന്റെ ചില രഹസ്യങ്ങളാണ്, നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യും. അപ്പോൾ അത് ഇന്ന് പറഞ്ഞുതരായിരുന്നതാണ്. അപ്പോഴാണ് ഈ സ്ഥലം വിറ്റ ഒരാൾ നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ ഇട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറേ ആയി അനുഭവം, അപ്പോൾ അത് നല്ല കാര്യമല്ലേ, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേക്കാം എന്ന് കരുതി പറഞ്ഞതാണ്. അപ്പം പിന്നെ ഈ പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റുമാനൂരപ്പൻ്റെ കാര്യവും ഒക്കെ പലരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാനും ഒക്കെ ആ ഒരു നിലയിലാണ് പറഞ്ഞത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും അറിയണം, എല്ലാവർക്കും മാറ്റം ഉണ്ടാകണം. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞുതരാം, ഞാൻ മിക്കവാറും വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലിപ്പം ഭർത്താവ് ഒരു മദ്യപാനം കലഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അവരൊരു നല്ലൊരു വ്യക്തിയാകാൻ വേണ്ടി വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ഭർത്താവിൻ്റെ പേരിൽ ഒരു ജലധാര, ഭർത്താവിൻ്റെ പേരിൽ ഒരു മൃത്യുഞ്ജയാർച്ചന, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ മക്കൾ വേണമെങ്കിൽ മക്കളെയും കൂടെ ചേർത്തോണം, മക്കളുമായിട്ടും പ്രശ്നമുണ്ടെങ്കിൽ
ഐക്യമത്യാർച്ചന പലരുടെ പേര് വെച്ച് ചെയ്യാം. ഒരു രസീത തന്നെ ഐക്യമത്യാർച്ചന. വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ ഭർത്താവിൻ്റെ പേരിൽ ഒരു മൃത്യുഞ്ജയാർച്ചന. പിന്നെ ആരൊക്കെ ഐക്യപ്പെടണോ അവരുടെ എല്ലാം പേരിൽ ഐക്യമത്യാർച്ചന. ഇത് വെള്ളിയാഴ്ചകൾ ശിവക്ഷേത്രത്തിൽ ആവർത്തിച്ചാൽ മതി. വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം. ഉറപ്പായിട്ടും കലഹം മാറും, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മാറും, ഒരു സംശയം വേണ്ട, ഭഗവാൻ മാറ്റിത്തരും. ഇനി നിങ്ങൾക്ക് എപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ബഹളം നടക്കുക, നിങ്ങളെ ആരും രക്ഷപ്പെടുത്താനില്ല, അല്ലെ ആരും സഹായിക്കാനില്ല, ഒന്നും നോക്കണ്ട. നേരെ നിങ്ങളുടെ കുളിമുറിയിലോട്ട് കയറുക, എന്നിട്ട് അടച്ചേക്കണം, കൈയും കാലും മുഖവും നനയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു നേർച്ച നേരുക. ഒരു നാരങ്ങാമാലയോ ഒരു കടുംപായസമോ എന്തെങ്കിലും ഒരു കാര്യം മതി. ഇതൊന്ന് മാറ്റിത്തരണേ, ഒരു ശാന്തി സമാധാനവും നൽകണേ, ഞാൻ അടുത്ത ദിവസം അവിടെ വന്ന്, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയാണ് ഭദ്രകാളിക്ക് ഏറ്റവും ഈ വഴിപാട് ചെയ്തേക്കാം. ഒരു നാരങ്ങാമാല നേരുക, അല്ലെങ്കിൽ ഒരു കടുംപായസം നേരുക, ഏതെങ്കിലും ഒന്ന് നേർന്നാൽ മതി. എന്നിട്ട് പിന്നെ വലതുകാലം വെച്ചിറങ്ങാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അവിടെ ഒരു ഭദ്രകാളിയുടെ സഹായം ഉണ്ടാവും, സമാധാനം ഉണ്ടാകാൻ വേണ്ടി. ഏത് നല്ല കാര്യത്തിനും വേണ്ടി ഉപയോഗിക്കുക, അത് അച്ചട്ടാണ്. ഇതൊക്കെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ബുക്കായിട്ട് എഴുതി സൂക്ഷിക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ തലമുറകൾക്ക് ഉപയോഗപ്പെടുത്താം. എൻ്റെ 1200 വീഡിയോകളുണ്ട്. അതെല്ലാം ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. അതെല്ലാം ഒരു ബുക്കായിട്ട് എഴുതി. ഇപ്പോൾ ഇന്നൊരാൾ മെസ്സേജ് ചെയ്തു, 3ാമത്തെ ബുക്കോ 4ാമത്തെ ബുക്കോ ആയെന്ന് പറഞ്ഞു. പുള്ളി തലമുറകൾക്ക് വേണ്ടി അത് എഴുതി വെച്ചേക്കുക. കാരണം ഇതൊക്കെ നാളെ വീഡിയോകളൊക്കെ കാണുമോ ഉണ്ടാകുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊക്കെല്ലാം ടെക്നിക്കലായിട്ടുള്ള ഫീൽഡുകളല്ലേ. അപ്പോൾ ഇത് ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ ആ ഒരു വീട്ടിൽ ഒരു ബുക്ക് സൂക്ഷിച്ചാൽ മതി. അതിനകത്ത് എല്ലാത്തിനുള്ള പരിഹാരമുണ്ട്. തലമുറകളായിട്ട് വരെ നിങ്ങൾക്ക് അതിന് ഏതൊരു കാര്യം പരിഹാരത്തിന് ഉപയോഗിക്കാം. ഒരു സ്ഥലവും വീടും വയ്ക്കാനാണ്, അല്ലെങ്കിൽ ഒരു ജോലി തടസ്സമാണ്, അല്ലെങ്കിൽ വീട്ടിൽ കലഹമാണ്, എല്ലാത്തിനുമുള്ള പരിഹാരമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ചിലർ പിന്നെ വോയിസ് ആക്കിയിട്ട് അത് യാത്രകളിലൊക്കെ വോയിസായിട്ട് കേൾക്കുന്നുണ്ട്. അവർ ഓരോരുത്തരും പറയുന്നത് തന്നെയാണ്. പിന്നെ ബുക്കുകൾ എഴുതി സൂക്ഷിക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പം കാനഡയിലൊക്കെയുള്ള മലയാളികൾ തന്നെ, പിള്ളേർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവർ മലയാളത്തിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് ബുക്കായിട്ട് സൂക്ഷിക്കുന്നവരുണ്ട്. കാനഡ അമേരിക്കയിലൊക്കെയുള്ള മലയാളീസാണ്. പിള്ളേർക്ക് പിന്നെ ഇംഗ്ലീഷ് മലയാളം വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ അവർ ആദ്യം മലയാളത്തിൽ എഴുതിയിട്ട് കുട്ടികൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി അവരെ സൂക്ഷിക്കുകയാണ്. ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് ബുക്കാക്കി സൂക്ഷിക്കുന്നവരുമുണ്ട് അമേരിക്കയിലും കാനഡയിലും അങ്ങനെയൊക്കെയുള്ള മലയാളീസ്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യമാണ്. മുഴുവൻ എവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്, ഗുണം മാത്രം നൽകുന്ന കാര്യമാണ്. ഇത് ശിവനിൽ നിന്നും ശിവനിലേക്കുള്ള ആ ഒരു സഞ്ചാരത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചില നല്ല കാര്യങ്ങളാണെന്ന് മാത്രം അറിയുക. നമ്മൾ ശിവനിൽ നിന്ന് ശിവനിലേക്കുള്ളൊരു യാത്രയാണ്. അവിടുന്ന് വന്നു അവിടോട്ട് തന്നെ പോകും. അല്ലാതെ നമുക്ക് ഈ ലോകമായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. കുറേ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പറയുക, ശിവനിൽ നിന്ന് വന്ന് ശിവനിലേക്ക് തന്നെ പോവുക, അത്രയേ ഉള്ളൂ. ഭഗവാനേ ഉള്ളൂ. നമ്മളെ അകവും പുറവും ഭഗവാനെന്നുള്ള ചിന്തയേ ഉള്ളൂ. ഞാൻ ജനിച്ച ഒരു ത്രയോദശിക്കാണ്. ശിവഭഗവാന്റെ ത്രയോദശി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രദോഷം. തിങ്കളാഴ്ച ത്രയോദശി വൈകുന്നപാട് ഇതാണ്. ഭഗവാന്റെ തന്നെ ആണ്. അത് ചൊവ്വാഴ്ച വെളുപ്പിനായിട്ട് വരും. തിങ്കളാഴ്ച വൈകിട്ട് ത്രയോദശി തിഥിയാണ്. ചൊവ്വാഴ്ച വെളുപ്പിന് എല്ലാം ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എൻ്റെ എല്ലാ കാര്യവും ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ഈ ഹസ്തരേഖ നോക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹസ്തരേഖയുടെ ഭഗവാന്റെ സ്വപ്നദർശനത്തിൽ ഭഗവാൻ ചില കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. അതിൽ പിന്നെ ഹസ്തരേഖ ഞാൻ വിശകലനം ചെയ്തു. പിന്നെ ഞാൻ ഗുരുവിൻ്റെ കീഴിൽ പോയി പഠിച്ചായിരുന്നു. പിന്നെ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പഠിച്ചു. എല്ലാം ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ ആത്മീയ കാര്യങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞു തരുന്നത് ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടായപ്പോഴാണ്. ക്ഷേത്ര ദർശനം, ആത്മീയ കാര്യങ്ങൾ, ഇതുപോലെയുള്ള എല്ലാ ശിവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനാവുന്നുണ്ട്. നീ പറയണം എന്ന എനിക്ക് സ്വപ്നദർശനത്തിൽ ഭഗവാന്റെ ഒരു ദർശനം ഉണ്ടായ പിന്നാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത്ര വിശദമായിട്ട് ഞാൻ പറയാൻ തുടങ്ങിയത്. കാരണം ഭഗവാൻ അറിയുന്നുണ്ടല്ല, അത് അനുഭവമാണ്. ഇപ്പം നിങ്ങൾക്കും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് അനുഭവം. ഇതൊന്നും ആരും പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞ ശിവരഹസ്യങ്ങളാണേലും, താളിയോല ശിവമന്ത്രങ്ങളാണേലും, ലക്ഷ്മി മന്ത്രങ്ങളാണേലും, ഭദ്രകാളി രഹസ്യമാണേലും, മുരുക രഹസ്യമാണേലും, സിദ്ധന്മാരുടെ രഹസ്യമാണേലും, അതുപോലെയുള്ള മന്ത്രങ്ങളാണേലും, അതുപോലെ ശരനൂൽ വിദ്യയാണേലും ഒരിക്കലും
ആരും കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത, ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. അതുപോലുള്ള കാര്യങ്ങളാണ്. ഇങ്ങേയറ്റം അതീവ രഹസ്യമായ വിദ്യകൾ വരെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. കാരണം ഭഗവാനെ എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്മയിൽ നിന്ന് മാത്രമേ നന്മ ഉണ്ടാകുന്നുള്ളൂ. തിന്മയെന്നൊരിക്കലും നന്മ ഉണ്ടാകത്തില്ല. തിന്മ ചെയ്തിട്ട് തെറ്റായ വഴി പോയിട്ട് നന്മ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ അറിയുക. ഞാൻ പറയുന്നതല്ല അതുപോലെ ഈശ്വരീയമായ നല്ല കാര്യങ്ങളാണ്. അത് ഞാനെന്നല്ല, ആര് പറഞ്ഞാലും നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക. തെറ്റായ വഴികളിൽ പോകരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂഷണം ചെയ്യുന്ന ആത്മീയതയാണ്. അപ്പം നിങ്ങളെ ചൂഷണം ചെയ്യുന്ന, നിങ്ങൾക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ പുറകെ പോകരുത്. നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. എനിക്ക് അനുഭവമുള്ള നല്ലത് മാത്രം ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ് ഞാനെപ്പോഴും പറയുന്നത്. അങ്ങനെയുള്ള ഞാനെന്നല്ല, ആരാണേലും നല്ലത് പറയുന്ന ആരെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. പക്ഷെ തെറ്റായ വഴികളിൽ പോകരുത്. എന്നിട്ട് നല്ലത് പ്രതീക്ഷിച്ചാൽ നടക്കത്തില്ല. ശിവനിൽ നിന്ന് തുടങ്ങി ശിവനിലേക്കുള്ള യാത്രയാണ് എൻ്റേത്. അപ്പോൾ ഞാൻ ആ ഭഗവാനെ നിലനിർത്തിയാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ ശിവ എന്നുള്ള മന്ത്രത്തിൻ്റെ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ശിവലിംഗത്തിൻ്റെ രഹസ്യം പറഞ്ഞു തന്നാൽ ആരും പറഞ്ഞു തരത്തില്ല. ഷി എന്ന് ഉച്ചരിക്കുമ്പോൾ ഭ്രൂമധ്യത്തിൽ നിന്ന് മുകളിലേക്ക് ഊർജം പ്രവഹിക്കുന്നു. വാ എന്ന് പറയുമ്പം ഇങ്ങനെ സൈഡിലേക്ക് വ്യാപിക്കുന്നു. ശിവ എന്ന് പറയുമ്പോൾ ഊർജത്തിൻ്റെ ഈ പ്രസരണമാണ്. അത് ശിവലിംഗാകൃതിയിലാണ്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ശിവലിംഗത്തിൻ്റെ ആകൃതി. പിന്നെ ശിവലിംഗത്തിന് ശിവൻ്റെ അപാരമായ ശക്തിയുണ്ട്, ചൈതന്യമുണ്ട്, അത് ഒക്കെ ഉണ്ട്. പക്ഷേ ശിവലിംഗം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജപ്രവാഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് കണ്ടല്ലോ, മനസ്സിലാകാൻ വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ഷി എന്ന് ഉച്ചരിക്കുമ്പോൾ മുകളിലോട്ട് ഭ്രൂമധ്യത്തിൽ നിന്ന് ഊർജം സഞ്ചരിക്കുന്നു. വാ എന്ന് പറയുമ്പോൾ സൈഡിലേക്ക് ഊർജം പ്രവഹിക്കുന്നു. ശിവലിംഗാകൃതിയിലെ ഊർജത്തിൻ്റെ പ്രവാഹമാണ് ഭ്രൂമധ്യത്തിൽ സംഭവിക്കുന്ന ശിവലിംഗാകൃതിയുള്ള ശിവ എന്ന് ഉച്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന ഊർജ്ജപ്രവാഹമാണ് ആ ശിവലിംഗത്തിൻ്റെ ആകൃതിയിലാണ്. അത് മനസ്സിലാക്കി ശിവ എന്ന് ജപിച്ചാൽ തന്നെ ഫലമുണ്ടാകും. പറഞ്ഞാൽ മനസ്സിലായി. അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ശിവലിംഗത്തിന് ഊർജ്ജമുണ്ട്, അത് ഭഗവാന്റെ ചൈതന്യമുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെ. ഇത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങൾ ശിവലിംഗം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ശിവബോധം ഉണ്ടായി വരണം. നിങ്ങളുടെ ഭ്രൂമധ്യത്തിൽ ആ ഊർജ്ജം ശിവരൂപത്തിലാണ് പ്രവഹിക്കുന്നത്. അതറിയുന്നവൻ ഭഗവാനെ അറിഞ്ഞു. അതറിയുന്നവൻ അറിയണം. അറിയാതെ നമ്മൾ ആ ബോധം ഉണ്ടാകത്തില്ല. അതറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അതാണ് ശിവനിൽ നിന്നുള്ള ശിവനിലേക്കുള്ള വഴിയിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ആരും ഈ രഹസ്യങ്ങളൊന്നും പറഞ്ഞ് തരികയില്ല. കാരണം അങ്ങനത്തെ പറഞ്ഞുതരാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ ശിവയുടെ രഹസ്യം അതാണ്. ഇനി വേറൊരു രഹസ്യം കൂടെ പറയാം. ഈ ശിവ എന്ന് ഉച്ചരിക്കുമ്പോൾ മേലോട്ടാണ് ഊർജ്ജം പ്രവഹിക്കുന്നത്. വാ എന്ന് പറയുമ്പോൾ സൈഡിലോട്ടും വശത്തോട്ടും സൈഡിലോട്ടും. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടെന്ന് പറയുമ്പോൾ പുറകോട്ട് ഒക്കെ പ്രവഹിക്കും. അവിടെ കൂടസ്ഥ എന്നൊരു മർമ്മസ്ഥലമുണ്ട്. കൂടസ്ഥ ആജ്ഞയ്ക്ക് പുറകെ, അവിടെയാണ് എല്ലാ രഹസ്യങ്ങളും ഉള്ളത്. അത് ശിവ എന്ന് മനസ്സിലാക്കി ഉച്ചരിക്കുമ്പോൾ അവിടെ എല്ലാം അതിൻ്റെ ഒരു ആക്ടിവേഷൻ നടക്കും. അതുകൊണ്ടാണ് ശിവബോധം ഉണ്ടായി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും മനസ്സിലാക്കണ്ട. നിങ്ങൾ ശിവ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭ്രൂമധ്യത്തിൽ ചിന്തിച്ചുകൊണ്ട് വാ ഇങ്ങനെ ഉച്ചരിക്കുക. അപ്പോൾ ഊർജ്ജം മേലോട്ട് സഞ്ചരിച്ചിട്ട് സൈഡിലോട്ട് വ്യാപിക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾ അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളല്ലാതെ ഞാനിത് അറിവിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ശിവലിംഗം കാണുമ്പോൾ ഞാൻ പറഞ്ഞ് ഓർക്കണം, നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തിൻ്റെ മുകളിലോട്ടും വശത്തോട്ടുമുള്ള സഞ്ചാരമാണ്, ഊർജ്ജത്തിൻ്റെ ഗതിയാണ് ശിവ. ശിവശിവ എങ്കിലർ തീവിണയാളർ ശിവശിവ എൻറിട തീവിണയുമാലും ശിവശിവ എൻറിട തേവരുമാവർ ശിവശിവ എന്ന ശിവഗതിതാനെ എന്ന് തിരുമൂലർ പറഞ്ഞിരിക്കുന്നത്. ശിവ എന്നുള്ള രണ്ടക്ഷരത്തെ അറിഞ്ഞു ജപിച്ചാൽ പോലും മുൻജന്മ പാപങ്ങൾ തീരും. ഈ ജന്മത്തിലെയും പാപങ്ങളൊക്കെ മാറും. മാത്രമല്ല ആ ഈശ്വരനായിത്തീരും. മറുപിറവിയില്ലാത്ത ആ ശിവനിലേക്ക്. അത് ശിവനെ അറിഞ്ഞ് ജപിക്കണം. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതെല്ലാം ശിവഭഗവാന്റെ മഹത്വം, അനുഗ്രഹം മാത്രമാണ്. ഭഗവാനെല്ലാം സമർപ്പിക്കുന്നു.
ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദം ന യജ്ഞം ന കർമ്മം ന അകർമ്മം ന ജന്മം ന മൃത്യും ന മോക്ഷം അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്തോ ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ജഗത് സർവം ശിവോഹം ശിവോഹം ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങളുടെ ഒരു ബുക്കിൽ എഴുതി വെച്ചാൽ നിങ്ങളുടെ തലമുറ ഉള്ളിടത്തോളം കാലം എൻ്റെ ഈ പറഞ്ഞ വാചകങ്ങൾ നിലനിൽക്കും. ശിവോഹം.